ജയിലിൽ കയറിയതിനു ശേഷം ജാസ്മിനെ വട്ടായെന്ന് തോന്നുന്നു. മുഴുവട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവട്ട് വെറുതെ കിടന്ന് ഇങ്ങനെ ചൊറിഞ്ഞോണ്ടിരിക്കലാണ് ജാസ്മിന്റെ പണി. ജയിലിൽ കിടന്നിട്ട് എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞുകൊണ്ട് ജിൻഡോന്റെ അടുത്താണ് കേട്ടോ വഴക്കിടുന്നത്, വേറെ ആരുടെ അടുത്തല്ല. ജിൻഡോ കിടന്നിങ്ങനെ ചൊറിയുന്നുണ്ട് ജാസ്മിന്റെ അടുത്ത്. അതിനനുസരിച്ച് ജാസ്മിൻ, അതായത് ക്യാമറ കണ്ടന്റ് അവിടേക്ക് തന്നെ ജയിലിലേക്ക് തന്നെ പോകണമെന്ന് ജാസ്മിൻ നിർബന്ധമുണ്ടെന്ന് തോന്നുന്നു. അവിടെ ഇരുന്ന് അതുപോലെയാണ് ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, നിനക്ക് കണ്ടന്റ് തരുന്ന ആളും ജയിലിലായതുകൊണ്ട് നിനക്ക് കണ്ടന്റ് കിട്ടിയില്ലല്ലോ മോനെ, അതുകൊണ്ട് ഞാൻ നിനക്ക് ഔദാര്യമായി കുറച്ച് കണ്ടന്റ് തരാമെന്ന് വിചാരിച്ചു. നിനക്ക് വേണ്ട കണ്ടന്റ് ഇപ്പൊ ഞങ്ങളാണല്ലോ രണ്ടുപേരും ആ ജയിലിലായതുകൊണ്ട് നിനക്ക് തരാന്നൊക്കെ വിചാരിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോ അവിടെ ജിൻഡോ പറയുന്ന ഒരു കോമഡി ഉണ്ട്, കരിഞ്ഞു പോയൊരു മത്സ്യകന്യകനല്ലേ ഞാൻ എന്ന് പറയുന്നുണ്ട് അവിടെ ജാസ്മിന്റെ അടുത്ത്. അതിനെല്ലാവരും അവിടെ ഇരുന്ന് പൊട്ടിച്ചിരിക്കുന്നുണ്ട്, എല്ലാവരും കൂടിയിട്ട് ജിൻഡോന്റെ ഡയലോഗ് കേട്ടുകൊണ്ട്. പക്ഷേ ഇവിടെ ജാസ്മിന് ഒരു രക്ഷയില്ലാണ്ട് ജാസ്മിൻ അവിടെ അങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജിൻഡോന്റെ അടുത്ത്. ഒരു ഇതുമില്ല, നിനക്ക് നാണുണ്ടോടാ, നിനക്ക് കള്ളം മാത്രം പറയുന്നവനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുഖത്ത് നോക്കി സംസാരിക്കണം, നിനക്ക് മുഖത്ത് നോക്കി സംസാരിക്കാൻ ധൈര്യമില്ലേ? നിന്റെ തലയിൽ എന്താ ആൾ താമസമല്ലേ? രണ്ടാളെ വിട്ടിട്ട് നിന്റെ തലയിലൊക്കെ അടിച്ച് കോരി തൂത്ത് വൃത്തിയാക്കിയിട്ട് അവിടെ ആൾ താമസം ഉണ്ടാക്കാടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജിൻഡോനിങ്ങനെ ചൊറിഞ്ഞ് അവിടെ ക്യാമറ സ്പേസ് മൊത്തം ജയിലിൽ മാത്രമാണ്, അല്ലാതെ വേറൊരു കണ്ടന്റ് ഇല്ല. ജയിലിലേക്ക് മാത്രം ക്യാമറ തിരിഞ്ഞിരിക്കുകയാണ്. ജാസ്മിൻ അവിടെ അതുപോലെ കണ്ടന്റുകളാണ് ജിൻഡോനെ ചൊറിഞ്ഞുകൊണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്.